ഭക്ഷ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. എല്ലാം പരിഹരിച്ചുവെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന പത്രത്തിൽ കണ്ടു. എങ്കിൽ പിന്നെ നടപ്പാക്കിയാൽ പോരെയെന്നും ചോദ്യം. സർക്കാർ ദുരഭിമാനത്തോടെ നിൽക്കേണ്ടതില്ലെന്നും കഴിയുന്നത്ര വേഗത്തിൽ പരിഹാരം കാണണമെന്നും ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കി. ചർച്ച ചെയ്ത് ധാരണയിലെത്തി എന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി. അത് വായിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. അത് അവരെ നടപ്പിലാക്കിയാൽ മതിയല്ലോ. പ്രശ്നം തീർക്കണം. പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ഗവൺമെന്റ് ഒരു ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കച്ചവട റേഷൻ കാർഡ് ഉടമകൾ, റേഷൻ ഷോപ്പ് ഉടമകൾ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമരത്തിന് അടിസ്ഥാനമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുകയാണ്. അത് സംഘടനാ നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ സമീപനം. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതി ചേരുന്നുണ്ട്. ആതിര, ഈ ഭക്ഷ്യമന്ത്രിക്കെതിരെ ഒരു പരോക്ഷ വിമർശനവുമായിട്ടാണ് ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഏത് വേദിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ്? വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 48 മണിക്കൂർ രാപ്പകൽ സമരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് വ്യാപാരികൾ ചിന്തിക്കുന്നത്. ചർച്ചയിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. എല്ലാം പരിഹരിച്ചെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന. അത് പത്രത്തിൽ താൻ കാണുകയുമുണ്ടായി. എങ്കിൽ പിന്നെ അത് നടപ്പിലാക്കിയാൽ പോരെ എന്നാണ് ടി.പി. രാമകൃഷ്ണൻ ഉന്നയിക്കുന്ന ആവശ്യം. അതായത് 4-ാം തീയതി ഒരു യോഗം ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചിരുന്നു. പക്ഷേ അതിലുള്ള റിപ്പോർട്ട്, കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ റിപ്പോർട്ടിന്മേൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നും ഈ വ്യാപാരികൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഈ റിപ്പോർട്ടിന്മേൽ എന്താണ് ഇത്ര നടപടിയെടുക്കാൻ വൈകുന്നു എന്ന ചോദ്യവും വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സമരം ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. വീണ, തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര സരസ്വതി.